السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട MT അബ്ദുൽ മുസ്ലിയാർ അവരുടെ, ബഹുമാനപ്പെട്ട ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി, ബഹുമാനപ്പെട്ട അലിക്കുട്ടി ഹാജി, വേദിയിരിക്കുന്ന മറ്റ് ഉലമാക്കളെ, ഉമറാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, വിദ്യാർത്ഥി യുവ സുഹൃത്തുക്കളെ, മുനവ്വറുൽ ഇസ്ലാം മദ്രസ ഗോൾഡൻ ജൂബിലിയുടെ സമാപന മഹാസമ്മേളനവും ഇന്ത്യൻ ടൗൺ ജമാ മസ്ജിദിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിലുമാണ് നാം സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. സംഗമം സ്വാലിഹായ മലായി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ ഹലാല ഉദ്ദേശങ്ങളും അള്ളാഹു നിലനിർത്തുകയും ചെയ്യുമാറാവട്ടെ. നാം ഇവിടെ വിളിച്ചുകൂടിയ പോലെ അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മേവരെയും അള്ളാഹു അതേപോലെ വിളിച്ചുകൂടുകയും ചെയ്യുമാറാവട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. വളരെ അനുഗ്രഹീതമായ സന്തോഷകരമായ ചടങ്ങിലാണ് നാം സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ നിവാസികളുടെ ചിരകാല അഭിലാഷമാണ് നമ്മുടെ നിലവിലുണ്ടായിരുന്ന പള്ളി പുതുക്കി പണിയുക എന്നുള്ളത്. വളരെ കുറഞ്ഞ സ്ഥലത്ത് മാത്രം നിലകൊള്ളുന്ന ആ പള്ളിയിൽ ആവശ്യമായ നമ്മുടെ ടൗണിലെ നിവാസികൾക്ക് നമസ്കരിക്കാൻ സൗകര്യം കുറവായിരുന്നു. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഉദാരമതികളായ സഹോദരങ്ങളുടെയും സഹോദരിമാരുടെയും ഒക്കെ തന്നെ അകമഴിഞ്ഞ സഹായത്തോടുകൂടി വളരെ സൗകര്യപ്രദമായ രീതിയിൽ നമ്മുടെ ടൗൺ ജുമാ മസ്ജിദ് വളരെ മനോഹരമായ രീതിയിൽ തന്നെ പുതുക്കി പണിയാൻ നമുക്ക് സാധിച്ചു. അൽഹംദുലില്ലാഹ്. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ അതിനാവശ്യമായ സ്ഥലം വാങ്ങാൻ 30 ലക്ഷത്തോളം രൂപ നമുക്ക് ചിലവാക്കേണ്ടി വന്നു. അതുപോലെ തന്നെ നമ്മുടെ പള്ളിയുടെ നിർമ്മാണത്തിനും ഭീമമായ തുക അതിന് ചിലവായിട്ടുണ്ട്. അറബ് സഹോദരനും അതുപോലെ തന്നെ ഈ പ്രദേശ നിവാസികളായ ഉദാരമതികളായ സഹോദരങ്ങളുടെയും സഹോദരിമാരും ഇവരൊക്കെ തന്നെ അകമഴിഞ്ഞ സഹായത്തോടുകൂടിയാണ് വളരെ മനോഹരമായ രീതിയിൽ നമ്മുടെ പള്ളി പുതുക്കി പണിയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടി സഹകരിച്ച സ്ഥലം നൽകിയ ആളുകൾക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അവരുടെ ജോലികളിലും കച്ചവടങ്ങളിലും കുടുംബങ്ങളിലും അല്ലാഹു ഐശ്വര്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. വീണ്ടും ആരോഗ്യവും സമയവും സമ്പത്തും ഇത്തരം സൽപ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ മൻ ബന ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ആരെങ്കിലും ഒരാൾ അല്ലാഹുവിന് വേണ്ടി ഭൂമിയിൽ ഒരു ഭവനം നിർമ്മിച്ചു കൊടുത്താൽ അവർക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കുന്നതാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ സ്വർഗ്ഗത്തിൽ ഭവനം നിർമ്മിച്ചു കൊടുക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ആരെല്ലാം ഈ പള്ളിക്ക് വേണ്ടി സഹായിച്ചിട്ടുണ്ടോ, സഹകരിച്ചിട്ടുണ്ടോ അവരെല്ലാം തന്നെ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പള്ളിയുടെ നിർമ്മാണത്തെ, അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ തന്നെ നേരത്തെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ശാബ്ദങ്ങളും അതുപോലെ തന്നെ കൃഷി ഉസ്താദുമൊക്കെ തന്നെ നമ്മോട് പ്രതിപാദിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. പള്ളി മനോഹരമായി നമുക്ക് പുതുക്കി പണിത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അതിനെ ആരാധന കൊണ്ട് ധന്യമാക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടേതാണ്. അപ്പോൾ അതിനെ ആരാധന കൊണ്ട് ധന്യമാക്കാനും പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ദീനി ദഅവ പ്രവർത്തനങ്ങൾ നടത്താനും ഒക്കെ നമുക്ക് സാധിക്കും. ഇസ്ലാമിന്റെ സാംസ്കാരിക കേന്ദ്രമാണ് പള്ളികൾ. ആ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇസ്ലാമിന്റെ പ്രഭ നമ്മുടെ കേരളക്കരയിലുടനീളം ലോകത്തിന്റെ ഭാഗങ്ങളൊക്കെ തന്നെ ചൊരിഞ്ഞിട്ടുള്ളത് എന്ന് നമുക്കറിയാം. പള്ളികളിൽ നമസ്കാരവും അതുപോലെ തന്നെ മറ്റ് ആരാധനാ കർമ്മങ്ങളും ഒക്കെ നിർവഹിക്കാം. ദിക്റുകളുടെയും സ്വലാത്തിന്റെയും മജ്‌ലിസുകളും അതുപോലെ തന്നെ പള്ളിയിൽ ദർസുമൊക്കെ സംവിധാനിക്കാനും സാധിക്കേണ്ടതുണ്ട്. ഇവിടെ നിലവിൽ പള്ളി ദർസ് നല്ല രീതിയിൽ മുന്നോട്ട് പോയി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അത് പള്ളി പുതുക്കി പണിയതിന്റെ ഭാഗമായി അത് നിർത്തിവെച്ചതായിരുന്നു.
ഇനി അത് പുതുതായി നമുക്ക് നല്ല മുദരിസിനെ കൊണ്ടുവന്നുകൊണ്ട് നല്ലതായ ദർസ് ഇവിടെ സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ മഹല്ലിന്റെ ചൈതന്യം നിലനിർത്താൻ നമുക്ക് സാധിക്കണം. അതിലൊക്കെ തന്നെ നിങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയും സഹായ സഹകരണങ്ങളുമൊക്കെ തന്നെ ഉണ്ടാകണമെന്നാണ് സാന്ദർഭികമായി ഉണർത്താനുള്ളത്. ഇത്തരത്തിലുള്ള ആത്മീയമായ ചൈതന്യം നിലനിർത്താൻ പള്ളി ദർസിന്റെയൊക്കെ തന്നെ സാന്നിധ്യം വളരെ അധികമാണ്. ആ കാര്യങ്ങളൊക്കെ തന്നെ നാം വളരെ ശ്രദ്ധാപൂർവം ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മദ്രസയുടെ 50ാം വാർഷികമാണ്, സിൽവർ ജൂബിലിയാണ്, ഗോൾഡൻ ജൂബിലിയാണ് നാം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. 50ാം വാർഷികത്തിന്റെ ഭാഗമായി 50 പരിപാടികൾ നാം നടത്തുകയും വൈവിധ്യമാർന്ന പരിപാടികൾ, അതിന് സമാപന വേദി കൂടി 5 പതിറ്റാണ്ടായി നമ്മുടെ മഹല്ലിന്റെ വെളിച്ചമായിക്കൊണ്ട് നമ്മുടെ മുനവ്വറുൽ ഇസ്ലാം മദ്രസ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നിരവധി തലമുറകൾക്ക് ദീനി വിജ്ഞാനം നൽകാൻ കേന്ദ്രമായിട്ട് പ്രവർത്തിച്ചതാണ് നമ്മുടെ മദ്രസ. പൂർവികരായ മഹാന്മാരുടെ വളരെ ത്യാഗോജ്ജലമായ ആ പ്രവർത്തനമാണ് നമ്മുടെ മദ്രസ ഇവിടെ കെട്ടിപ്പടുക്കാൻ സാധിച്ചത്. ആ മദ്രസയിലൂടെയാണ് നമുക്ക് ദീനീപരമായ വിജ്ഞാനം കരസ്ഥമാക്കാനൊക്കെ തന്നെ ഭാഗ്യം ലഭിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതേപോലെയുള്ള മദ്രസകൾ ദീനീ വിജ്ഞാനത്തിന്റെ പ്രഭ ചൊരിഞ്ഞുന്നതിനു വേണ്ടി ഇവിടെ മഹാന്മാരായ പണ്ഡിതന്മാരും താപികളുമൊക്കെ തന്നെ മുറാക്കളുമൊക്കെ തന്നെ ഒത്തൊരുമിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയുണ്ടായി. ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളോ സാമ്പത്തികമായ അഭിവൃദ്ധിയോ ഒന്നുമില്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ വളരെ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഓരോ പ്രദേശങ്ങളിലും മദ്രസകൾ കെട്ടിപ്പടുത്തിരുന്നത്. ആ മദ്രസ നിർമ്മിക്കുന്നതിന് വേണ്ടി ഉലമാക്കളുടെ പ്രഭാഷണങ്ങൾ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പരമ്പരകൾ തന്നെ നടത്തിക്കൊണ്ട് ഓരോ പ്രദേശങ്ങളിലുമുള്ള മറാക്കളെയും സാധാരണക്കാരായ ആളുകളെയും ഒക്കെ തന്നെ ബോധവൽക്കരിച്ചുകൊണ്ടാണ് മദ്രസ പ്രസ്ഥാനം കെട്ടിപ്പടുത്തത്. പട്ടിണി കിടന്നിരുന്ന ആ കാലഘട്ടങ്ങളിൽ പോലും ദീനി വിജ്ഞാനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് മതവിദ്യാഭ്യാസം പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചവരാണ് നമ്മുടെ സാത്വികന്മാരായ മൺമറഞ്ഞുമായ മഹാന്മാരൊക്കെ തന്നെ നമുക്കറിയാം. ആ മഹിതമായ പാത പിൻപറ്റിക്കൊണ്ട് നാം പ്രവർത്തിക്കാൻ നാം തയ്യാറാവുന്നു. അത് അവർ ചെയ്ത ത്യാഗങ്ങൾ അത് ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിലൂടെയാണ് ഇസ്ലാമികമായ ചൈതന്യം കേരളക്കരയിൽ നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ പോകുമ്പോഴാണ് അവിടെയുള്ള മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് ഇന്ന് കാണുന്ന അഭിമാനകരമായ ഈ അസ്തിത്വത്തിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുക. അവർ അന്ന് ചെയ്ത ത്യാഗം, പട്ടിണി കിടന്നിരുന്ന ആ സാഹചര്യത്തിൽ പോലും അതുപോലെ തന്നെ പിടിയരിയും മറ്റൊക്കെ നൽകിക്കൊണ്ട് മദ്രസ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചവരാണ് നമ്മുടെ പിതാക്കന്മാരൊക്കെ തന്നെ. അതിലൂടെയാണ് നമുക്ക് മതപരമായ വിജ്ഞാനം കരസ്ഥമാക്കാൻ സാധിച്ചത്. ഈ മതബോധം ഇവിടെ നിലനിർത്താൻ ഭാവി തലമുറയ്ക്ക് മതവിജ്ഞാനം നൽകുന്നതിൽ നാം കാര്യക്ഷമമായി തന്നെ പ്രവർത്തിക്കാൻ തയ്യാറാകണമെന്നാണ് സാന്ദർഭികമായി ഉണർത്താനുള്ളത്. നമ്മുടെ മദ്രസയിൽ നമ്മൾ കേരളക്കരയിൽ നിരവധി മദ്രസകൾ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലായി 10,000-ഓളം മദ്രസകളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 10,000-ഓളം മദ്രസകൾ ഓരോ പ്രദേശങ്ങളിലും മുക്കിലും മൂലകളിലുമൊക്കെ തന്നെ മദ്രസകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും മദ്രസകൾ നിർമ്മിക്കുന്നതിൽ നാം അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മദ്രസ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതോടൊപ്പം തന്നെ മദ്രസയിൽ നമ്മുടെ കുട്ടികളെ ചേർക്കുന്നതിലും നാം ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ തയ്യാറാണെന്നാണ് സാന്ദർഭികമായി ഉണർത്താനുള്ളത്. ഇന്ന് ഭൗതിക വിജ്ഞാനത്തിന്റെ അതിപ്രസരത്തിൽപ്പെട്ടുകൊണ്ട് മതവിജ്ഞാനത്തെ നാം വേണ്ടത്ര പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 5ാം ക്ലാസ് വരെ മദ്രസ പഠനം നൽകുകയും പിന്നീട് ഭൗതിക വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യമാത്രമായി ഇന്ന് സമൂഹത്തിന്റെ കാഴ്ചപ്പാട് മാറിക്കൊണ്ടിരിക്കുന്നു. ഭൗതിക വിദ്യാഭ്യാസത്തിന് തടസ്സമാണ് മതവിദ്യാഭ്യാസം എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് 5ാം ക്ലാസ്സിന് ശേഷം മദ്രസ പഠനം അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാൻ കാരണമായിട്ടുള്ളത്. മതബോധമില്ലാതെ വളരുന്ന ഇന്നത്തെ ആധുനിക സമൂഹം സകലവിധ തിന്മകളുടെയും പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മെ നന്മയിലേക്ക് നയിക്കുന്നതിനേക്കാൾ തിന്മയിലേക്ക് നയിക്കുകയും അതിലേക്ക് പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന പലവിധ പ്രവർത്തനങ്ങളും സാഹചര്യങ്ങളും സംവിധാനങ്ങളുമൊക്കെ തന്നെ ഇന്ന് സമൂഹത്തിൽ വളരെയധികം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ സാധിക്കുകയില്ല. ഇന്റർനെറ്റും അതുപോലെ തന്നെ മൊബൈൽ ഫോണും ടെലിവിഷനും ഒക്കെ തന്നെ ഇന്നത്തെ ആധുനിക സമൂഹത്തിന്റെ ജീവിത രീതികളായി മാറിക്കൊണ്ടിരിക്കുന്നു. അതിന് പിന്നാലെ അത് മാത്രമായി ആസ്വദിച്ചുകൊണ്ട് അതിൽ കാണുന്ന കാര്യങ്ങൾ ആസ്വദിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും താല്പര്യപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന യുവ വിദ്യാർത്ഥി സമൂഹത്തെയാണ് നമുക്ക് കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. നന്മയും നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ
അതിൽ നിന്ന് നന്മ തിരഞ്ഞെടുക്കാനുള്ള മനസ്സാണ് നമുക്കുണ്ടാവുക. ആ ഒരു ചിന്ത, ആ ഒരു മനസ്സ് നമുക്കുണ്ടാവണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയഭക്തി നമുക്കുണ്ടാവണം. അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളതെന്നും അവന്റെ വിധിവിലക്കൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നാം ബാധ്യസ്ഥരാണ് എന്നുള്ള തിരിച്ചറിവ്, ആ ബോധമാണ് നമുക്കുണ്ടാവേണ്ടത്. അത് മതവിദ്യാഭ്യാസത്തിൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. മതവിജ്ഞാനം അത് നാം കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടത്. അലിൽ മഹയാത്തുൽ ഇസ്ലാം എന്നാണ് അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർത്തിയത്. ഇസ്ലാമിന്റെ ജീവനാണ് വിജ്ഞാനം എന്നുള്ളത്. ആ വിജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഇസ്ലാം നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് തിരിച്ചറിവുള്ള വിദ്യാഭ്യാസം അത് സമൂഹത്തിന് നൽകാനും കഴിയണം. അതിലൂടെ മാത്രമേ നാം കെട്ടിപ്പടുക്കുന്ന നമ്മുടെ ദീനി സ്ഥാപനങ്ങൾ സംരക്ഷിക്കാൻ നാളെ ആളുകൾ നമ്മുടെ വിദ്യാർത്ഥി സമൂഹം ഉണ്ടാവുകയുള്ളൂ. നാം കെട്ടിപ്പടുത്ത മദ്രസയും പള്ളിയും അത് നമസ്കരിക്കാൻ ആളുകളില്ലാതെ, ആരാധനകൾക്ക് ആളുകളില്ലാതെ, അത് അടച്ചുപൂട്ടുന്നൊരവസ്ഥ വരാതെ അതിൽ സംരക്ഷിക്കാനും പൂർവോപരി അതിനെ ശക്തിപ്പെടുത്താനും ആവശ്യമായ സഹായങ്ങൾ നൽകാനും ഒക്കെ തന്നെ മനസ്സ് നമ്മുടെ കുട്ടികളിലേക്ക് നൽകിയാൽ മാത്രമേ നാളെ ഇത്തരം പ്രവർത്തനങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഈ പരിപാടിയുമായി, ഈ പ്രവർത്തനങ്ങളുമായി അകമഴിഞ്ഞ് സഹായിക്കാനും നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹമായ സമ്പത്തിന് അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ ദീൻ പടുത്തുയർത്താനും പള്ളി പടുത്തുയർത്താനും ഒക്കെ തന്നെ സഹായിക്കാനും ഉദാരമായി സഹായിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നത് ഇതിൽ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലമുണ്ട് എന്നുള്ള അവിശ്വാസമാണ്. ജാരിയ സദഖയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ എന്നുള്ള തിരിച്ചറിവാണ്. മരിച്ചു കഴിഞ്ഞാലും നഷ്ടപ്പെടാത്ത അമലാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകുന്ന ഓരോ നാണയത്തുട്ടുകളിൽ നിന്നുള്ള ആ തിരിച്ചറിവാണ് നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങളുമായി സഹായിക്കാനും സഹകരിക്കാനും ഒക്കെ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മനസ്സാണ് നമുക്കുണ്ടാവേണ്ടത്. അതിലൂടെ മാത്രമേ നമുക്ക് അകമഴി സഹായിക്കാൻ കഴിയുകയുള്ളൂ. നാം ഇവിടെ പള്ളി നിർമ്മിക്കാൻ വേണ്ടി ലക്ഷങ്ങളും ഒക്കെ തന്നെ നൽകി അതിന് തനിക്ക് പ്രതിഫലം കാലത്തിന്റെ ലോകത്തിൽ ലഭിക്കുമെന്നുള്ള വിശ്വാസമാണ്. ഇവിടെ പള്ളി നിർമ്മിക്കാൻ സഹായിച്ചാൽ അവിടെ നിന്ന് ആരെങ്കിലും നമസ്കരിക്കുമ്പോൾ അവർക്ക് നൽകുന്ന പ്രതിഫലത്തോടൊപ്പം നമുക്കും അതിന്റെ പ്രതിഫലം ലഭിക്കുമെന്നുള്ള വിശ്വാസം. അവിടെ നിന്ന് ആരെങ്കിലും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ, ദിക്റുകളും സലാത്തുകളും ഉരുവിട്ടാൽ അത് തന്റെ ഖബറിലേക്കും അത് എത്തുമെന്നുള്ള വിശ്വാസമാണ്. അതാണ് ജാരിയ സദഖ. മരിച്ചു കഴിഞ്ഞാൽ നഷ്ടപ്പെടാത്ത അമലാണ്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അകമഴി സഹായിക്കാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള മനസ്സ് നമുക്ക് വന്നത് മതവിജ്ഞാനമാണ്, മതബോധമാണ്. അതുകൊണ്ട് ആ ബോധം നമ്മുടെ സമൂഹത്തിൽ നൽകാൻ നമുക്ക് സാധിക്കണം. വളർന്ന വിദ്യാർത്ഥി സമൂഹത്തിന് മതബോധത്തോടു കൂടി വളർത്തേണ്ടത് ഇന്ന് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇന്ന് പ്രലോഭനങ്ങളും പ്രകോപനങ്ങളൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് മത രംഗത്ത് മത പരിവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പ്രലോഭനങ്ങളിലൂടെ, പ്രണയബന്ധങ്ങളിലൂടെയൊക്കെ തന്നെ ഇന്ന് നമ്മുടെ സഹോദരിമാർ ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ 3-4 കുട്ടികളുടെ കുടുംബിനികൾ മൊബൈൽ ഫോണിന്റെ ദുരുപയോഗം മൂലം ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നു. ഇത്തരം തിന്മകൾ നിറഞ്ഞ സാഹചര്യത്തിൽ ആ തിന്മകളുടെ ഒപ്പം ഒഴുകുന്ന ചപ്പുചവറുകളായി നാം മാറാതെ അതിനെ പ്രതിരോധിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. നന്മയെ തിന്മയെ വേർതിരിച്ചറിഞ്ഞ് ആ നന്മ തിരഞ്ഞെടുക്കാനുള്ള മനസ്സ്, അത് അള്ളാഹുവിലുള്ള വിശ്വാസത്തിലൂടെ മാത്രം സാധിക്കുകയുള്ളൂ. അള്ളാഹുവാണ് തന്നെ സൃഷ്ടിച്ചിട്ടുള്ളതെന്നും അവൻ തന്റെ ഓരോ പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള ആ തരത്തിലുള്ള ജീവിതം നയിച്ചാൽ മാത്രമേ നമുക്ക് തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് മതവിജ്ഞാനത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. ആ മതബോധം നമുക്ക് ലഭ്യമാവണം. അതിനാവശ്യമായിട്ടുള്ള കേന്ദ്രമാണ് മദ്രസാ പ്രസ്ഥാനം. ഇത് കെട്ടിപ്പടുത്ത് നാം മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ പള്ളി ദർസുകളും മദ്രസയും ഒക്കെ തന്നെ നമ്മുടെ നാടിന്റെ ചൈതന്യമാണ്. അത് നിലനിർത്താൻ നമുക്ക് സാധിക്കണം. അതിനൊക്കെ തന്നെ തുടർന്നും നിങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയും പ്രാർത്ഥനയും സഹകരണമൊക്കെ ഉണ്ടാവണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാനന്റെ ബഹുദ്ദീൻ ഉസ്താദ് എം പി ഉസ്താദ് മുഖത്തിലൂടെ പ്രസംഗിക്കാനുണ്ട്. അവിടെ പ്രഭാഷണം കേൾക്കുകയും അവിടെ ആ പ്രഭാഷണം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കാൻ ഓരോ സഹോദരങ്ങളും സഹോദരിമാരും തയ്യാറാണോ? നാം മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് എന്ന ആ ഉത്തമ ബോധത്തോടുകൂടി ജീവിക്കാൻ തയ്യാറാവുക. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്റജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. മാനവ സമൂഹത്തിന് മാർഗ്ഗനിർദ്ദേശം നൽകാൻ നിത്യമായ ഉത്തമ സമുദായങ്ങളാകുന്നു. നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നതെന്നാണ് മുസ്ലിം സമുദായത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ ഉത്തമ സമൂഹമായി മാറാൻ, മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കാൻ, നമ്മുടെ ജീവിതം അത് മറ്റുള്ളവർ മാതൃകയായി മാറണമെന്ന ആ ചിന്തയോടുകൂടി ജീവിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവുക. അങ്ങനെയാണ് ഇസ്ലാം ഇവിടെ വളർന്നു വന്നിരിച്ചത്. മഹാന്മാർ ഇവിടെ ഇസ്ലാമിനെ വന്നിൽപ്പിച്ചത് അവരുടെ ജീവിത വിശുദ്ധിയിലൂടെയാണ്. ആ ജീവിത വിശുദ്ധി, ആ സംസ്കാരം, ഇസ്ലാമിന്റെ ചൈതന്യം അത് മുറുകെ പിടിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കാൻ നാം മുന്നോട്ട് വരിക. എന്നാൽ അള്ളാഹു നമ്മുടെ വഴികൾ എളുപ്പമാക്കി തരും. എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമെന്നൊരു യാതൊരുവിധ സംശയമില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ വിധി വിലക്കൾക്കനുസരിച്ചുകൊണ്ട് ജീവിച്ച് മാതൃകാപരമായ വിശ്വാസികളായി മാറാൻ തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു വിജയിപ്പിച്ചു തരുമാറാവട്ടെ. ഈ പള്ളി നിർമ്മിക്കാൻ വേണ്ടി പല ആളുകളും സാമ്പത്തികമായും ശാരീരികമായും ഇതിനെ സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. അള്ളാഹുർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അവരുടെ ഉദ്ദേശലക്ഷ്യങ്ങളൊക്കെ ഇതിന് അള്ളാഹുവിനെ അറിയാം. അതൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അവരുടെ ജോലികളിലും കച്ചവടങ്ങളിലും കുടുംബങ്ങളിലും അള്ളാഹു ഐശ്വര്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. വീണ്ടും ആരോഗ്യവും സമയവും സമ്പത്തും ഇത്തരം ദീനി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ തൗഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. മരിച്ചുപോയ നമ്മുടെ അതുപോലെ തന്നെ മറ്റു ആളുകൾക്ക് ബന്ധുക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി മാറ്റുമാറാവട്ടെ. അവരെ നമ്മയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരുമിച്ചുകൂടാൻ തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മഹല്ലിന് നേതൃത്വം നൽകിയ പല ആളുകളും അതുപോലെ തന്നെ മരണം ജീവിച്ച നമ്മുടെ പല ആളുകളും നമ്മിൽ മരിച്ചുപോയിട്ടുള്ള അള്ളാഹുവിற்கு മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി വെക്കുമാറാവട്ടെ. നിരവധി അസുഖങ്ങളിൽ ബുദ്ധിമുട്ടുന്ന പല സഹോദരങ്ങളും സഹോദരിമാരുമുണ്ട്, ദുആ കൊണ്ട് സ്ഥിതിച്ച ആളുകളുണ്ട്. മാരക രോഗങ്ങൾ പിടിപെട്ട ആളുകൾ അള്ളാഹു എളുപ്പത്തിൽ ശിഫ നൽകി കൊടുക്കുമാറാവട്ടെ. ക്യാൻസർ ബാധിച്ച രോഗികൾ, ഹൃദയ സംബന്ധമായ രോഗികൾ, അപസ്മാര രോഗികൾ, മാനസിക രോഗികളുണ്ട്, ശരീരം കൊഴിഞ്ഞുപോയ രോഗികൾ, ജന്മനാശം ബാധിച്ച ആളുകൾ, ആശുപത്രി കഴിഞ്ഞ് ഐശ്വര്യക്കുന്ന രോഗികളുണ്ട്, അപകടങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്. അള്ളാഹു എളുപ്പത്തിൽ ശിഫ നൽകി കൊടുക്കുമാറാവട്ടെ. മാരക രോഗങ്ങളിൽ തൊട്ട് അള്ളാഹു നമ്മയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും അള്ളാഹു കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. അപകട മരണത്തെ തൊട്ടും പെട്ടെന്നുള്ള മരണത്തെ തൊട്ടും അള്ളാഹു നമ്മയെവരെയും കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. നമുക്ക് ഏവർക്കും നാഫിയനും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ പാപികളാണ് അറിഞ്ഞ മര്യാദയും ചെറുതും വലുതുമായ പാപങ്ങൾ ചെയ്തു പോയവരാണ്. അള്ളാഹു നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. മരിക്കുമ്പോൾ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന സൗഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകളിൽ നിന്നും ഹദ്ദർക്ക് സൂക്ഷിക്കാൻ സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, കടം വീട്ടുവാൻ തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. വീടുകളില്ലാതെ ശ്രമിക്കുന്ന ആളുകളുടെ വീട് നിർമ്മിക്കാൻ തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. വീട് നിർമ്മാണം തുടങ്ങിയവരുടെ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. വിവാഹപ്രേമത്തിയ സഹോദരങ്ങളും സഹോദരിമാരുമുണ്ട്, സ്വാലിഹായ ഇണകളെ അള്ളാഹുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. കുട്ടികളില്ലാതെ ശ്രമിക്കുന്ന ദമ്പതികളുണ്ട്, സ്വാലിഹ സന്താനങ്ങളെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. വീണ്ടും സഹോദരിമാരുണ്ട്, അള്ളാഹു അജ്മയും ശേഷിക്കുന്ന സഹോദരങ്ങളും സഹോദരി പ്രദാനം ചെയ്യുമാറാവട്ടെ. വരും കാലങ്ങളിൽ നമുക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും ആഫിയത്തോടു കൂടി ആരോഗ്യത്തോടു കൂടി അജ്ജും ഉംറയും ചെയ്യാൻ തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ജോലികളില്ലാതെ ജോലി വിഷയത്തിലേക്ക് പോയവർ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, അർഹ ജോലിപ്പിക്കാൻ തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ജോലി വെച്ചവർക്ക് നമ്മുടെ സംഘടനാശങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ സംഗമം സ്വാലിഹാമിൽ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കാര്യമാത്ര പ്രസക്തമായ വാക്കുകളിലൂടെ ഹൃദയത്തിൽ തട്ടുന്ന ഉത്ബോധന ഭാഷണം നടത്തി ഈ സമ്മേളനത്തിൽ അധ്യക്ഷ പ്രഭാഷണം നിർവഹിച്ച പ്രാർത്ഥനയും നടത്തിയ ബഹുമാന്യ പാണക്കാട് സയ്യിദ് അമീദ് അലി ശിഹാബ് തങ്ങൾക്ക് സംഘാടകരുടെ നന്ദി. ചിന്തയുടെ കനലുകളെ തേച്ചുമിനിക്കും പഠനത്തിന്റെയും മനനത്തിന്റെയും വഴിയിൽ വേറിട്ട ഭീഷണം പ്രസചലതയുടെ മണിക്കൂറുകളെ മനോഹരമാണ് നമ്മബോധനകയാണ്. ദാറുൽ ഹുദ ഇസ്ലാമിക് ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നഖവി പ്രൗഢമായ ഈ സദസ്സിലേക്ക് പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി അധ്യക്ഷനെ അഭിനന്ദിക്കുന്നു. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وأتباعه أجمعين. أما بعد فأوصيكم وإياي أولا بتقوى الله. ബഹുമാന്യരായ തങ്ങളവറുകളെ, പണ്ഡിതന്മാരെ,
സഹോദരി സഹോദരങ്ങളെ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നാട്ടുകാരെ, മുനവ്വറുൽ ഇസ്ലാം ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ചും നമ്മുടെ മസ്ജിദിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചും സംഘടിപ്പിക്കപ്പെട്ട മഹത്തായ പരിപാടിയിൽ നമ്മൾ സന്നിഹിതരായത് സർവശക്തനായ അള്ളാഹു ഒരു സാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യും. പുണ്യകർമ്മങ്ങൾക്ക് സാക്ഷികളാവുക, അവിടെ പങ്കാളികളാവുക എന്നത് വലിയ ഒരു ഇബാദത്താണ്, പുണ്യകർമ്മമാണ്. നമ്മളിവിടെ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വദത്തൈനി ഓതി നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കൾക്കൊക്കെ ദുആ ചെയ്തു. നമ്മുടെ ദുന്യവിയും ഉഖ്റവിയുമായ പല കാര്യങ്ങൾക്കും പ്രാർത്ഥിച്ചു. പല ആളുകളെയും കണ്ട് സലാം പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇങ്ങനെയുള്ള മഹത്തായ ചടങ്ങുകളിൽ സംബന്ധിക്കുമ്പോൾ നമുക്ക് ലഭിക്കും. നമ്മുടെ എളിയ അത്തരം പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ, ആമീൻ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. വളരെ സുദീർഘമായ ഒരു സംസാരത്തിന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പല ഉസ്താദുമാരും പല പുറത്തു നിന്നുള്ള വിശിഷ്ട വ്യക്തികൾ തന്നെയും നമ്മുടെ ഈ പരിപാടിയിൽ പ്രസംഗിക്കാനുണ്ട്. അതൊക്കെ കേട്ട് ശ്രവിച്ച് ഗ്രഹിച്ച് പഠിച്ച് മനസ്സിലാക്കി വേണം നിങ്ങളൊക്കെ പിരിഞ്ഞു പോകാൻ എന്നുകൂടി സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. ഇങ്ങനെ ഒരു ഗോൾഡൻ ജൂബിലി 50 കൊല്ലത്തിലൊരിക്കലേ ഉണ്ടാവൂ. നമ്മുടെ മദ്രസക്ക് 50 കൊല്ലം തികഞ്ഞതിനോടനുബന്ധിച്ച് നടത്തുന്ന സമ്മേളനത്തിനാണ് ഗോൾഡൻ ജൂബിലി എന്ന് പറയുന്നത്. ഇതുപോലെ പള്ളി പുനർനിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്യുക എന്നത് പതിറ്റാണ്ടുകൾക്കിടയിലുണ്ടാകുന്നൊരു സംഭവം. അതുകൊണ്ട് ഇതൊക്കെ വലിയൊരു സന്തോഷമായി മനസ്സിലാക്കി മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ കേട്ട് നമ്മുടെ ജീവിതം സന്മാർഗനിഷ്ഠമാക്കുവാൻ ശ്രമിക്കണമെന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ഉപദേശിക്കുന്നു. അള്ളാഹു നമ്മളെ മഖ്ബൂലിയങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ, ആമീൻ. മുനവ്വിറുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ പ്രശോഭിതമാക്കുക എന്നാണ്. ഇസ്ലാം വളരെ പ്രശോഭിതമാണ്. പക്ഷേ നമ്മുടെ മക്കളിലൂടെ നമ്മുടെ മക്കളുടെ ജീവിതം ഇസ്ലാം കൊണ്ട് പ്രശോഭിതമാവുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് മദ്രസ വേണം. അങ്ങനെയാണ് നമ്മുടെ പൂർവികന്മാർ 50 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ മദ്രസ പടുത്തുയർത്തി 5 പതിറ്റാണ്ടുകളിലായി ഇവിടെയുള്ള മുസ്ലിമീങ്ങളുടെ മക്കൾക്ക് ദീനും ഈമാനും ഇസ്ലാമും നിസ്കാരവും നോമ്പും സകാത്തും സൽ സ്വഭാവങ്ങളും സദാചാരശീലങ്ങളുമൊക്കെ പഠിപ്പിച്ച് അതൊക്കെ നമ്മുടെ മനസ്സിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ. നിസ്കാരം, നോമ്പ്, അഖ്ലാഖ് എന്ന് പറഞ്ഞാൽ സൽ സ്വഭാവങ്ങൾ, സദാചാരങ്ങൾ, നുണ പറയരുത്, സത്യമേ പറയാവൂ, മറ്റുള്ള ആളുകളോട് ബഹുമാനപൂർവ്വം ആദരപൂർവ്വം ഇടപഴകണം. ഇങ്ങനെയൊക്കെയുള്ള നല്ല നല്ല പാഠങ്ങളും ജീവിതചര്യകളുമാണ് ഈ മദ്രസയിലൂടെ മുസ്ലിമീങ്ങളുടെ മക്കൾക്ക് 5 പതിറ്റാണ്ട് കാലമായി നൽകപ്പെട്ടു വന്നത്. ഇനിയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെയുള്ള മുസ്ലിമീങ്ങളുടെ മക്കൾക്ക് സന്മാർഗനിഷ്ഠമായ ജീവിതം നയിക്കാൻ ഈ മദ്രസ ഖിയാമത്ത് നാൾ വരെ ഉത്തരോത്തരം അഭിവൃദ്ധിയിലായി പുരോഗതിയിലായി നിലനിർത്തുമാറാകട്ടെ, ആമീൻ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ മസ്ജിദ് പുനർനിർമ്മിതമായി വലിയ സംഖ്യ ചെലവഴിച്ച് പള്ളി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. പള്ളികളും മദ്രസകളുമൊക്കെ നമ്മൾ പടുത്തുയർത്തുകയും അതിൽ പ്രവർത്തന നിരതരാവുകയും നമ്മുടെ സമൂഹത്തിന്റെ സമുദായത്തിന്റെ ഉന്നതി അഭ്യുന്നതി അതുകൊണ്ട് ലക്ഷ്യം വെക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് നിരന്തരമായി നിലനിർത്തി കൊണ്ടുവരാനുള്ള ഒരു തലമുറയെ നാം സജ്ജമാക്കണമെന്ന പ്രത്യേകമായൊരു പാഠം ഞാനിവിടെ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. മുനവ്വിറുൽ ഇസ്ലാം മദ്രസ ഉണ്ടാക്കി 5 പതിറ്റാണ്ട് കാലം 50 കൊല്ലക്കാലം അതിവിടെ നടന്നു വന്നത് ആ മദ്രസ ഇവിടെയുള്ള മുസ്ലിമീങ്ങളുടെ മക്കൾക്ക് അവരുടെ ദീൻ പഠിക്കാൻ ഈമാനിന്റെയും ഇസ്ലാമിന്റെയും മക്കളായി അവർ വളർന്നു വരാൻ അനിവാര്യമാണ് എന്ന് ഈ കാലയളവിൽ ഉടനീളമുള്ള നമ്മുടെ നാട്ടുകാർ മനസ്സിലാക്കിയതുകൊണ്ടാണ് അതിവിടെ പ്രവർത്തിച്ചു.
മദ്രസ ഉണ്ടാക്കി എന്നതുകൊണ്ട് എന്നും അത് നടന്നുകൊള്ളണമെന്നില്ല. മസ്ജിദ് ഉണ്ടാക്കി എന്നതുകൊണ്ട് എന്നും അത് മസ്ജിദായി നിലനിൽക്കണമെന്നില്ല. ഇത് വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ചില ആളുകൾ അത് മനസ്സിലാകാത്തവരുണ്ടാവും. മസ്ജിദ് ഉണ്ടാക്കിയ പിന്നെ എന്നും എന്തുകൊണ്ട് മസ്ജിദായി നിലകൊള്ളുകയില്ല? അത് മസ്ജിദ് തന്നെ ആയിരിക്കുമല്ലോ. ആവണമെന്നില്ല. കേരളത്തിന് പുറത്ത് വടക്കേ ഇന്ത്യയിലുള്ള ഒരുപാട് മസ്ജിദുകളിൽ ഇന്ന് നമസ്കാരമില്ല. പണ്ടുകാലത്ത് 400, 500, 600, 700, 800 ഒക്കെ കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികന്മാരായ ആളുകൾ മസ്ജിദായി നിർമ്മിക്കപ്പെട്ട പല കെട്ടിടങ്ങളിലും ഇന്ന് നമസ്കാരമില്ല. കാരണം അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് ഇന്ന് നിസ്കരിക്കാൻ അറിയില്ല. അതെങ്ങനെ നിസ്കരിക്കാൻ അറിയാതെയായിരുന്നു അടുത്ത ചോദ്യം. നമുക്കൊക്കെ എങ്ങനെ നിസ്കരിക്കാൻ അറിഞ്ഞത്? നമ്മൾ ചെറുപ്പത്തിൽ നിസ്കരിക്കാൻ പഠിച്ചു. നമ്മുടെ വാപ്പാരെ കൈ പിടിച്ചുകൊണ്ടേ 6 വയസ്സ്, 7 വയസ്സ്, 8 വയസ്സ്, 10 വയസ്സൊക്കെ ആവും പള്ളിയിലേക്ക്. മാത്രമല്ല 5 വയസ്സാകുമ്പോൾ മദ്രസയിൽ ചേർത്ത് നിസ്കാരം, അതിന്റെ പ്രാധാന്യം, ഗൗരവമൊക്കെ പഠിപ്പിച്ചു. എങ്ങനെ നിസ്കരിക്കേണ്ടത്, ശർത്ത് ഫർളൊക്കെ പഠിപ്പിച്ചു. ഇതിനൊന്നും അവസരമില്ലാത്ത കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ ഇന്ത്യയിലുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. 10, 20, 100, 200, 1000, 2000, ലക്ഷമോ, 5 ലക്ഷമോ, 10 ലക്ഷമോ അല്ല, കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ നിസ്കരിക്കാൻ അറിയാത്തവര് ഇന്ത്യയിൽ. എന്തുകൊണ്ട് അവർക്ക് നിസ്കരിക്കാൻ അറിയാത്തവരായി എന്ന് ചോദിച്ചാൽ ഇങ്ങനെ തന്നെ ഞാനീ പറഞ്ഞ മാതിരി ക്രമേണ ദീനുമായുള്ള ബന്ധം ഇങ്ങനെ കുറഞ്ഞു വന്ന് ദീനിന്റെ അറിവ് പഠിക്കുന്നത് ക്രമേണ കുറഞ്ഞു വന്ന് ഇന്ന് തീരെ വിവരമില്ലാത്തവരായി. മസ്ജിദിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ഹജ്ജ് ചെയ്ത ആളുകളായിരിക്കും കുറെ. ഹജ്ജിനും ഉംറക്കൊക്കെ പോയിട്ട് മസ്ജിദുൽ ഹറാമും അവിടെയുള്ള കഅബയും ഒക്കെ കണ്ട് നേരിട്ട് മനസ്സിലാക്കി അവിടെ അതിനോട് അഭിമുഖമായി നിസ്കരിച്ച് അൽഹംദുലില്ലാഹ് വന്ന ആളുകളാണ് ഇവിടെ ഒരുപാട് ആളുകൾ. ഈ കഅബ ഉണ്ടാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും സ്വന്തം പുത്രനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും. സുമാർ 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോടും അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ എന്റെ പള്ളി, എന്റെ ഭവനം പടുത്തുയർത്തണം. അല്ലാഹു തആല പറഞ്ഞതനുസരിച്ചാണ് അവർ പള്ളി ഉണ്ടാക്കിയത്. ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും പുത്രൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കഅബ പടുത്തുയർത്തിയ സന്ദർഭം സ്മരണീയമാണ്. ഖുർആൻ പറയാണ്, അള്ളാഹു പറഞ്ഞിട്ടാണ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഉണ്ടാക്കാൻ ആവശ്യമായ സംവിധാനങ്ങളൊക്കെ അള്ളാഹു തആല ചെയ്തു കൊടുത്തു. കഅബയുടെ അടുത്ത് മതാഫില് മഖാം ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഇങ്ങനെ ഒരു വട്ടത്തിലുള്ള ഒരു കുറ്റി, അതിന്റെ ഉള്ളിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാൽപാദം പതിഞ്ഞ കല്ലുണ്ട്. ആ കല്ലിന്മേൽ നിന്നായിരുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കഅബയുടെ കല്ലെങ്ങനെ വെച്ച് പടുത്തുയർത്തിയത്. ആ കല്ല് ഒരു ലിഫ്റ്റ് പോലെ ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ ഉയർന്നു വരാം. പടുക്കുമ്പോ അവനവന്റെ ഉയരം വരേക്കല്ല, സ്വന്തം കല്ല് കൈകൊണ്ട് പൊന്തിച്ചിട്ട് എടുത്ത് വെച്ച് പടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ചിലപ്പോ ലേശൂടി മേലെ, കയ്യിന്റെ മേലൊക്കെ വെക്കാൻ കഴിയും. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഈ കല്ലുമ കയറിയുന്ന കല്ലിങ്ങനെ പൊന്തും. എവിടെയാണോ കല്ല് വെക്കേണ്ടത്, പടുക്കാനുള്ള കല്ല് വെക്കേണ്ടത്, ആ ഉയരത്തിൽ പൊന്തും. അങ്ങനെയാണ് മകൻ കല്ല് കൊണ്ടുവന്ന് കൊടുക്കും, ഇസ്മായിൽ അലൈഹിസ്സലാം. അങ്ങനെയാണ് പള്ളി ഉണ്ടാക്കിയത്. വിശദമായ ചരിത്രം പറയല്ല ഞാൻ.
പള്ളി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചവനെ നീ കൽപ്പിച്ചതനുസരിച്ച് ഞങ്ങൾ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്, ഈ പള്ളി ഞങ്ങളുടെ ഈ കർമ്മം നീ സ്വീകരിക്കണമേ. സ്വീകരിച്ചു എന്നുള്ളതിന് തെളിവ് വേറുണ്ട്. وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق ليشهدوا منافع لهم ويذكروا اسم الله في أيام معلومات على ما رزقهم من بهيمة الأنعام. പള്ളി ഉണ്ടാക്കി കഴിഞ്ഞല്ലോ, ഇനി നിങ്ങൾ ഉയരത്തിൽ കയറി നിന്നിട്ട് ലോകത്തുള്ള എല്ലാ ജനങ്ങളെയും ഈ പള്ളിയിലേക്ക് വരാൻ ക്ഷണിക്കണം. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ, നിങ്ങൾ വിളിച്ചാൽ മതി. ഇബ്രാഹിം നബി സംശയം ഉന്നയിച്ചു എന്ന് ചില റിപ്പോർട്ടുകളിലും ചരിത്രങ്ങളിലും കാണാം. പഠിച്ചോനെ ഞാൻ ഇവിടെ നിന്ന് കയറി വിളിച്ചതുകൊണ്ട് എങ്ങനെ ലോകത്തുള്ള ആൾക്കാർ കേൾക്കാം? നിങ്ങൾ വിളിച്ചാൽ മതി, കേൾപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അതാണ് വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, നിങ്ങൾ വിളംബരം ചെയ്യുക. യഅതൂക, നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ മതി, ജനങ്ങളൊക്കെ വരും. ജനങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക്, നിങ്ങളുടെ പള്ളിയുടെ അടുത്തേക്ക് വരും. റിജാലൻ, നടന്നു വരും. വഅലാ കുല്ലി ളാമിരിൻ, മൃഗപ്പുറത്ത് കയറിയും വരും. യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, അതിവിദൂര സ്ഥലങ്ങളിൽ നിന്നും നിമ്നോന്നതികളിൽ നിന്നും ഒക്കെ അവർ ഇങ്ങോട്ട് എത്തിച്ചേർന്നു കൊള്ളും. ഞാൻ പറഞ്ഞത് ഈ പള്ളി ഉണ്ടാക്കാൻ തുടങ്ങിയത് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. പറയപ്പെട്ട ആളുകളെ, കൽപ്പിക്കപ്പെട്ട ആളുകൾ അള്ളാഹുവിന്റെ രണ്ട് മുർസലീങ്ങളാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും പുത്രൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം രണ്ടുപേരും മുർസലീങ്ങളായിരുന്നു. അള്ളാഹു തആല പറഞ്ഞതായിട്ടും അവർ ദുആ ചെയ്യണം, റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചവനെ ഞങ്ങളെ ഈ പള്ളിപ്പണി നീ കബൂലാക്കണമേ. കബൂലാക്കുകയും ചെയ്തു. വിളിച്ചു പറഞ്ഞു, ആളുകൾ വരാൻ തുടങ്ങി. എന്നാൽ അന്ന് മുതൽ ഇന്ന് വരെ 4000 കൊല്ലം മുഴുവൻ അവിടെ അള്ളാഹുവിന് വേണ്ടിയുള്ള ഇബാദത്താണോ നടന്നത്? അല്ല. അള്ളാഹുവിന് വേണ്ടി അല്ലാതെയുള്ള ഇബാദത്തുകളും കുറെ കാലം നടന്നു. എന്താ, ഉണ്ടാക്കിയ ആളുകൾക്ക് വല്ല സ്റ്റാൻഡേർഡ് കുറവുണ്ടായതുകൊണ്ടാണോ? അല്ല. അള്ളാഹു സ്വീകരിക്കാത്തത് കൊണ്ടാണോ? അതുമല്ല. പിന്നെന്താ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റബ്ബി ഇന്നി അസ്കൻതു മിൻ ദുർരിയ്യതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാത്ത് فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون. പടച്ചവനെ, ഞാൻ എന്റെ ഭാര്യയും കുട്ടിയും ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. ഇത് ഈ കഅബ പണിയുന്നതിന് മുൻപാണ്. അന്ന് അവിടെ ഒഴിഞ്ഞു കിടക്കുക. അന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത്, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, റബ്ബി ജഅൽ ഹാദാ, ഈ ഒഴിഞ്ഞു കിടക്കുന്ന മരുഭൂമിയെ നീ ഒരു വിശ്വസ്തമായ നാടാക്കണമേ. പിന്നെ നാടായി പിന്നെ വന്നപ്പോഴും ദുആ ചെയ്തു, റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന. ഇപ്പൊ ഈ നാടായി കഴിഞ്ഞു. നേരത്തെ പറഞ്ഞു കൊടുത്ത് അൽ ബലദൻ എന്നേ ഉള്ളൂ, അൽ ബലദ് എന്നില്ല. റബ്ബി ജഅൽ ഹാദാ, ഈ നിശൂന്യ സ്ഥലം നീ ആക്കണമേ ബലദൻ ആമിന, ഒരു നാടാക്കണം. പിന്നെ കുറെ കഴിഞ്ഞു വന്നപ്പോ നാടായി കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ദുആ ചെയ്താണ് ഹാദൽ ബലദ ആമിന, നാടായി കഴിഞ്ഞ ഈ പ്രദേശത്തെ വിശ്വസ്തമാക്കണമേ. അന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ പഠിച്ചവനെ അവരെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുള്ളത് റബ്ബനാ ലിയുഖീമുസ് സ്വലാത്ത്, അവർ നമസ്കാരം നിലനിർത്താൻ വേണ്ടിയാണ്. നിസ്കാരം നിലനിർത്താൻ സിറിയയിൽ നിന്ന് ഇങ്ങോട്ട് വരേണ്ടതുണ്ട്, അവിടെ നിസ്കരിച്ചാൽ പോലെ. സിറിയയിൽ നിന്ന്, കനാനിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭാര്യയെയും ഒരു കൊച്ചുപുത്രനെയും ഇവിടെ കൊണ്ടുവന്നാക്കുകയാണ്. എന്നിട്ട് പടച്ചവനോട് പറയുന്നത്, പടച്ചവനെ ഞാൻ അവരെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ടുള്ളത് അവരെ നമസ്കാരം നിലനിർത്താനാണ്.
അപ്പൊ അതിന്റെ ശരിയായ അർത്ഥം, പൂർണ്ണമായ അർത്ഥം നിസ്കാരം നിലനിർത്താൻ എന്നല്ല, നമസ്കാര സംസ്കാരമുണ്ടാക്കാനാണ്. നമസ്കാര സംസ്കാരമുണ്ടാക്കാൻ, നമസ്കാര സംസ്കാരം, കൃത്യത്തിന് നിസ്കരിക്കുക, നിസ്കരിക്കുന്നതനുസരിച്ച് വ്യക്തിവിശുദ്ധി ഉണ്ടാവുക, നമസ്കാരത്തിന്റെ സന്ദേശം മറ്റു മനുഷ്യരിലേക്ക് കൈമാറുക, നമസ്കാരം കൊണ്ട് നേടാനാകുന്ന വിശുദ്ധി മറ്റുള്ള മനുഷ്യരിലേക്ക് ഉണ്ടാക്കുക, ഇതൊക്കെയാണ് നമസ്കാര സംസ്കാരം. നിസ്കരിക്കുന്ന മനുഷ്യൻ അനാവശ്യം ചെയ്യൂല. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കരിക്കുന്ന മനുഷ്യൻ, യഥാർത്ഥ ശരിയായ അർത്ഥത്തിൽ നമസ്കരിക്കുന്ന മനുഷ്യൻ നുണ പറയില്ല. അവൻ 5 നേരം പടച്ചവനോട് പറഞ്ഞ് വജ്ജഹ്തു വജ്ഹി ലില്ലദീ ഫതറ സ്സമാവാതി വൽ അർദ്, പടച്ചവനെ ഞാൻ എപ്പോഴും നിന്നിലേക്ക് അഭിമുഖമായി നിൽക്കുന്നവൻ. അതാണ് ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരം എല്ലാ മ്ലേച്ഛ പ്രവർത്തനങ്ങളിൽ നിന്നും, എല്ലാ കുറ്റകൃത്യങ്ങളിൽ നിന്നും ആ നമസ്കരിക്കുന്നവനെ തടുത്തു നിർത്തുന്നു. അതാണ് നമസ്കാരം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇടക്കൊക്കെ വരും. അറബികൾ അങ്ങനെ പണ്ട് മുതലേ അവർ യാത്രാപ്രിയന്മാരാണ്. വാദിവിദൂരതകളിലേക്കൊക്കെ യാത്ര പോകും. ഇസ്ലാമുമായി 1-ാം നൂറ്റാണ്ടിൽ തന്നെ അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് ചൈനയിലേക്ക് പോയ സഹാബികളുണ്ട്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും പോയ സഹാബികളുണ്ട്. യാത്ര അവർക്കൊരു വിഷയമാണ്. കടൽ യാത്രയിലെ കൂടുതൽ അവർക്ക് സൗകര്യം. കടൽ യാത്ര, നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലം മുതലേ കടൽ യാത്ര ജനങ്ങൾക്ക് സുപരിചിതമാണ്. അങ്ങനെ യാത്ര ചെയ്തിട്ടാണ് കേരളത്തിൽ അവരെത്തിയത്, മലബാറിൽ അവരെത്തിയത് ഇസ്ലാമുമായി. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അറ്റത്ത് സിന്ധിൽ അവരെത്തിയത് അതിവിദൂരമായ യാത്രകൾ ചെയ്തിട്ടാണ്. അറേബ്യൻ ഉപദ്വീപ് നിലകൊള്ളുന്നത് ഏഷ്യയിലാണ്. ഏഷ്യയിൽ നിന്ന് ആഫ്രിക്കയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് അവർ യാത്ര ചെയ്തു. അന്ന് മനുഷ്യവാസമുണ്ടായിരുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ അവർ യാത്ര ചെയ്തു. അന്ന് ലോകത്ത് എല്ലായിടത്തും ജനവാസമില്ല. അമേരിക്കയിലൊന്നും ജനവാസമില്ല. സിറിയയിൽ കടക്കടക്കടക്ക് ഇവിടെ വന്നുകൊണ്ട് പെണ്ണുങ്ങളൊക്കെ അടുത്ത് പോകും. അങ്ങനെയാണ് മസ്ജിദ് ഉണ്ടാക്കുന്നത്, മസ്ജിദുൽ ഹറം, കാബ ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ കാബയിൽ കുറെ കാലം കഴിഞ്ഞപ്പോൾ അള്ളാഹു അല്ലാത്തവർക്ക് ആരാധിക്കപ്പെട്ടു. ബിംബങ്ങൾ, ഇങ്ങനെ ഒരുപാട് ബിംബങ്ങൾ ഉണ്ടായിരുന്നു അറബികൾക്ക്. ഗോത്രത്തിന്റെ ഉപഗോത്രങ്ങൾക്ക് വേറെ ബിംബങ്ങൾ ഉണ്ടാകും, ഉപഗോത്രങ്ങളുടെ കുടുംബങ്ങൾക്ക് വേറെ ബിംബങ്ങൾ ഉണ്ടാകും, ഉപകുടുംബങ്ങൾക്ക് ഉണ്ടാകും. ഈ ബിംബങ്ങളെ ആരായിരുന്നു? ഈ ഇത്യാദി ബിംബങ്ങളൊക്കെ ഉള്ളിലേക്ക് കഴിഞ്ഞിരുന്നു. പള്ളി ഉണ്ടാക്കിയോ ആ ആദർശ ബോധമുള്ള ആളുകൾ ഇല്ലാതെ പോയി. അതുകൊണ്ട് തന്നെയാണ് പണ്ട് ഉണ്ടാക്കപ്പെട്ട പള്ളികൾ ഇന്ന് നമസ്കാരം നിർവഹിക്കപ്പെടാതെ പോകുന്നത്. പള്ളി ഉണ്ടാക്കിയ നമസ്കാരം പിൻതലമുറയുണ്ടാകും. അലൈഹിസ്സലാം അന്ന് തന്നെ ദുആ ചെയ്തിരുന്നു, വമിൻ ദുർരിയ്യതി ഖാല ലാ യനാലു അഹദി ളാലിമീൻ. എന്നൊക്കെ നോക്കണം. അല്ലാഹു തആല പറഞ്ഞു, ളാലിമീങ്ങൾക്ക് അങ്ങനെ ഒരു പണ്ടേ فأمطر علينا حجارة من السماء
വഴി നടത്തണമേ, ആ റസൂലിന്റെ അനുയായികളാക്കി ഞങ്ങളെ മാറ്റണമേ എന്നാണ് പറയേണ്ടത്. നേരെ മറിച്ചാ പറഞ്ഞു. ഈ നബിയും ഖുർആനും ഒക്കെ സത്യമാണെങ്കിൽ فأتنا بعذاب أليم إن كان هذا هو الحق من عندك فأمطر علينا حجارة من السماء أو ائتنا بعذاب أليم. ആകാശത്ത് നിന്ന് ഞങ്ങളുടെ മേൽ നീ കന്മഴ വർഷിക്കണമേ, ഔ ഇഅ്തിനാ ബിഅദാബിൻ അലീം, അല്ലെങ്കിൽ വേദനാജനകമായ വേറെ ഏതെങ്കിലും ശിക്ഷ. ഈ സത്യത്തിലേക്ക് ഞങ്ങളില്ല. ഇങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ജനങ്ങൾ ചിന്തിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ സുന്ദരമായ മസ്ജിദ് ഉണ്ടാക്കി, വലിയ മദ്രസയുണ്ടാക്കി, ആ മസ്ജിദിന്റെയും മദ്രസയുടെയും സംസ്കാരം നിലനിർത്താൻ ആവശ്യമായ പിൻതലമുറയെ നമ്മൾ സജ്ജരാക്കണമെന്നാണ്. അപ്പൊ മദ്രസയും മസ്ജിദുമൊക്കെ സജീവമായി ഉഷാറായി പുരോഗതിയിലായി നടക്കും. അതിന്റെ സന്ദേശങ്ങൾ അവർ പ്രചരിപ്പിക്കും, അതിന്റെ പുരോഗതിക്ക് വേണ്ടി അവർ പ്രവർത്തിക്കും. ഇങ്ങനെയാണ് ലോകചരിത്രം. മറിച്ചായിരുന്നെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ടാക്കുകയും അല്ലാഹു തആല കബൂലാക്കുകയും ചെയ്ത മസ്ജിദുൽ ഹറാമിൽ അള്ളാഹുവിന്റെ ബദ്ധവൈരികളായ ബിംബങ്ങൾ കയറിയിരിക്കുകയില്ലല്ലോ. അവിടുന്ന് ആ ബിംബങ്ങൾ അങ്ങോട്ട് കടക്കുന്നത് തടയാൻ പടച്ചവന് കഴിയായിട്ടല്ല. അങ്ങനെ ഒരു രീതി ഇല്ല പടച്ചവന്. അതത് പ്രസ്ഥാനങ്ങളുടെ, സ്ഥാപനങ്ങളുടെ, സംവിധാനങ്ങളുടെ ആളുകൾ അത് സംരക്ഷിക്കാൻ തയ്യാറാകണം. അപ്പൊ അതിനുള്ള സഹായങ്ങളും തൗഫീഖും ഒക്കെ പടച്ചവന്റെ ഭാഗത്തുനിന്ന്. ഇസ്ലാമിന്റെ പൂർവ്വപ്രതാപമുണ്ടായിരുന്ന നിരവധി നാടുകളുണ്ട് ലോകത്ത്, നിരവധി രാജ്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, കേരളത്തിന് പുറത്തുള്ള കർണാടകയിൽ മുസ്ലിം രാജാക്കന്മാർ ഭരണം നടത്തിയിരുന്നു. ലക്നൌവിലും അതുപോലെ പല സ്ഥലങ്ങളിലും നവാബുമാരും സുൽത്താൻമാരും ഒക്കെ ഭരണം നടത്തിയിരുന്നു. മുസ്ലിം രാജകുടുംബം നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന മുസ്ലിം ഭരണപ്രദേശങ്ങളുണ്ടായിരുന്നു വടക്കേ ഇന്ത്യയിൽ. അവരൊക്കെ പള്ളികൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് പള്ളികളുടെ, മസ്ജിദുകളുടെ, മദ്രസകളുടെ സംസ്കാരം നിലനിർത്താൻ അവർ സന്നദ്ധരായില്ല, അല്ലെങ്കിൽ അവർക്ക് സാധിച്ചില്ല. ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ പുരാനി ദില്ലി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. പുരാനി ദില്ലി ബസ് സ്റ്റേഷൻ, ഓൾഡ് ഡൽഹിയിലെ ബസ് സ്റ്റേഷൻ പുരാനി ദില്ലി ബസ് അഡ്ഡ എന്നാ പറയുന്നത് ഹിന്ദിയിൽ അല്ലെങ്കിൽ ഉറുദുവിൽ. ആ ബസ് സ്റ്റാൻഡിന്റെ മുമ്പിൽ റോഡാണ്. റോഡ് കടന്നാൽ കുറച്ച് ഉയർന്നൊരു സ്ഥലമാണ്. അവിടെ ഒരു പള്ളിയുണ്ട്, അറബി കോളേജുണ്ട്. അറബി കോളേജിലൊക്കെ ജനങ്ങൾ താമസിക്കാം. പള്ളിയിൽ അവരെ കാലികളെ കെട്ടിയിട്ടിരിക്കണം. കാരണം അറബി കോളേജ് ബിൽഡിങ്ങിന്റെ അത്ര ഭദ്രത പള്ളിക്കില്ല. പള്ളി ഏകദേശം തുറന്നിട്ടാവും, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ. അപ്പൊ ഭദ്രതയുള്ള അറബി കോളേജുകളിൽ ജനങ്ങൾ താമസിക്കുന്നു. അറബി കോളേജിനോടനുബന്ധിച്ചുണ്ടായിരുന്ന പള്ളിയിൽ ഈ നിവാസികളുടെ കാലികളെ കെട്ടിയിട്ടിരിക്കുന്നു. എന്ന് പോയി നോക്കിയാലും കാണും. ഡൽഹി പോകുന്ന ആൾക്കാർ വേണമെങ്കിൽ അത് പോയി കാണുന്നതല്ല. അങ്ങനെ ഒരുപാട് പള്ളികളുണ്ട് വടക്കേ. എന്തുകൊണ്ട്? നമസ്കാര സംസ്കാരം സംരക്ഷിക്കാൻ അവർക്ക് സാധിച്ചില്ല. ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ആന്ധ്രയിലും വെസ്റ്റ് ബംഗാളിലും ആസാമിലുമൊക്കെ അറബി കോളേജുകളും മദ്രസകളും ഒക്കെ ഉണ്ടാക്കി നടത്തി വരുന്നുണ്ട്. എന്തിനാ അവിടെ ഇവിടെ തന്നെ ഇല്ലേ എന്ന് ചോദിക്കും ചില ആൾക്കാർ. ഇവിടെയുള്ള മുസ്ലിമീങ്ങൾക്കൊക്കെ അൽഹംദുലില്ലാഹ് നിസ്കരിക്കാനും അത്യാവശ്യ കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ ചെയ്യാനും സാധിക്കും. 8 വയസ്സ് 10 വയസ്സുള്ള കുട്ടി മുതൽ 70 വയസ്സ് 80 വയസ്സ് അതിന്റെ മീതുള്ള വയോവൃദ്ധന്മാർ വരെയുള്ള ആളുകൾക്ക് ഇതിനൊക്കെ കഴിയും. ശരാശരി ഇറക്കും. എന്നാൽ ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചു 75-76 വയസ്സ് ദുനിയാവിൽ ജീവിച്ചിട്ട് ഒരൊറ്റ വഖത്ത് പോലും നിസ്കരിക്കാത്ത മുസ്ലിമിനെ നിസ്കരിക്കാൻ അറിയില്ല. ഒരു സുജൂദ് 76 കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ഭൂമിയുടെ സൃഷ്ടാവായ അള്ളാഹുവിന് ഒരു സുജൂദ് പോലും ചെയ്യാത്ത മുസ്ലിം അറിയില്ല, സുജൂദ് ചെയ്യാൻ അറിയില്ല, നിസ്കരിക്കാൻ അറിയില്ല. ഗൾഫ് രാജ്യങ്ങളിൽ പോയ പല ആളുകളും ഇവിടെ ഉണ്ടായിരിക്കും. വടക്കേ ഇന്ത്യക്കാരെ കൂടെ നിസ്കരിക്കാൻ പോയാൽ
നിർഭാഗ്യവശാൽ ഇമാം സലാം വീട്ടിയിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു പോരും. നമാസ് ഖത്തം ഹോഗയാ, നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട്, ഒറ്റക്ക് നിസ്കരിക്കാൻ അറിയില്ല എന്നുള്ള കാരണം. ഇമാമിന്റെ കൂടെ കമ്പാർട്ട്മെന്റ് ഇങ്ങനെ കുറച്ചാൽ അവര് കുനിയുകയും നിവരുകയും ചെയ്യും. നിർഭാഗ്യവശാൽ വഴിയുന്നൊരു സ്നേഹിതനെ കണ്ട് 2-3 മിനിറ്റ് വർത്തമാനം പറഞ്ഞ് പിന്നെ ചെന്നാൽ നിസ്കാരം സമാപിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമാസ് ഖത്തം ഹോഗയ എന്ന് പറഞ്ഞ് അവർ തിരിച്ചു പോരും. ഇത് കണ്ട ആളുകൾ ഇതിലുണ്ടാവും, ഈ ഇരിക്കുന്നവർ. അപ്പോൾ ദീൻ നിലനിൽക്കണമെങ്കിൽ ദീനിന്റെ ജീവൻ എന്താണ്? ആ ജീവൽ ഘടകം ഉണ്ടാകണമല്ലോ. ഈ മൈക്കിന്റെ ജീവൻ എന്താ? ഇതിൽ പ്രവഹിക്കുന്ന വൈദ്യുതിയാണ്. ഈ സാധനമൊക്കെ മാറ്റിയിട്ട് സ്വർണം കൊണ്ട് ഒരു മൈക്കുണ്ടാക്കി, വൈദ്യുതി ഇല്ല, ശബ്ദം ഉണ്ടാവില്ല. ഇത് സ്വർണമല്ലാത്തത് കൊണ്ടല്ല ഇത് ശബ്ദം ഉണ്ടാകുന്നത്. ഏതാണെങ്കിലും ഇതിൽ വൈദ്യുതി പ്രവഹിക്കുന്നു എന്നതുകൊണ്ടാണ് ഇതിന്റെ ജീവനത. ഈ ബൾബിന് പകരം ഇതിനേക്കാൾ ഒരു 10 ഇരട്ടിയോ 100 ഇരട്ടിയോ വിലയുള്ള ഒരു ബൾബ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാലും ശരി, അതിൽ വൈദ്യുതി പ്രവഹിക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അത് വെളിച്ചുണ്ടാവില്ല. അതിന്റെ ജീവൻ അതാണ്. വലിയ മരം, പച്ച നിറത്തിൽ കാണുന്ന മരം, അല്ലെങ്കിൽ ചെറിയ മരം, അതിലൊരു ജീവനുണ്ട്. നിത്യം രാവിലെ വൈകുന്നേരം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ ആ ജീവൻ അതിന് നഷ്ടപ്പെടും. മരത്തിനൊരു ജീവൻ, മറ്റു ജീവജാലങ്ങൾക്കൊരു ജീവൻ, മനുഷ്യനൊരു ജീവൻ, റൂഹ്, ഓരോന്നിനും റൂഹ് ജീവനുണ്ട്, റൂഹുണ്ട്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ജീവൻ ദീനിന്റെ ഇൽമാകുന്നു എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അത് ഏത് നൂറ്റാണ്ടിലാണെങ്കിലും ഈ ഹദീസ് ഓക്കെയാണ്. ക്രിസ്തുബ്ദം 7-ാം നൂറ്റാണ്ടിലാണെങ്കിലും ശരി, 21-ാം നൂറ്റാണ്ടിലാണെങ്കിലും ശരി, ഇസ്ലാം ജീവത്താകണമെങ്കിൽ ഇൽമ് വേണം. ഇൽമില്ലാതെ പോയതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കോടിക്കണക്കിന് മുന്നേങ്ങൾ ദൗർഭാഗ്യം. നിസ്കരിക്കാൻ എവിടെ വേണമെങ്കിൽ ഭൂമിയൊക്കെ എനിക്ക് തഹൂറാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ്. എന്ന് പറഞ്ഞാൽ അവിടെ മുണ്ട് വിരിച്ച് നിസ്കരിച്ചാൽ മതി, പായ വിരിച്ച് നിസ്കരിച്ചാൽ മതി, പേപ്പർ വിരിച്ച് നിസ്കരിച്ചാൽ മതി, റക്സിൻ വിരിച്ച് നിസ്കരിച്ചാൽ മതി, വെടുപ്പുള്ള എന്ത് നിസ്കരിച്ചാലും എവിടെ നിസ്കരിക്കും. നേരെ മറിച്ച് വലിയ രമ്യകർമ്മങ്ങൾ ഉണ്ടാക്കി മൊസൈക്കും അല്ലാത്ത പിന്നെ ഗ്രാനൈറ്റും മാർബിളും ഇറ്റാലിയൻ മാർബിളും ഒക്കെ കൊണ്ടുവന്ന് പള്ളി ഉണ്ടാക്കി, മസ്ജിദ് ഉണ്ടാക്കി നിസ്കരിക്കാനാണെങ്കിൽ അതിനൊരു വിലയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളി 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന പള്ളി മദീനയിലെ മസ്ജിദുൻ നബവി. ചുമര് പോലും ഉണ്ടായിരുന്നില്ല റസൂലുള്ള ഉണ്ടാക്കിയ കാലത്ത്. ചുമര് പോലും ഉണ്ടായിരുന്നില്ല. നിലം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല, മണലായിരുന്നു. പക്ഷേ അതിന് ലോകത്തെ 2-ാം സ്ഥാനത്തുള്ള പള്ളിയായി. 3-ാമത്തേത് ബൈത്തുൽ മുഖദ്ദസ്, 1-ാമത്തേത് മസ്ജിദുൽ ഹറം. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ ജീവനായ ഇൽമും ഇൽമിയായ സംസ്കാരവും നമുക്കുണ്ടാകണം, വളർന്നു വരുന്ന നമ്മുടെ മക്കൾക്കുണ്ടാകണം. ഏത് തലമുറയിലാണെങ്കിലും എത്രമാത്രം ശാസ്ത്രീയ പുരോഗതി കൈവരിച്ച കാലമാണെങ്കിലും ശരി, ഇത് ഓക്കെയാണ്. ഏതെല്ലാം വിധത്തിലുള്ള എന്തെല്ലാം പുരോഗതികളുണ്ടോ അതൊക്കെ നമ്മുടെ കൈവശമുണ്ടെങ്കിലും ഇസ്ലാമികമായ ചൈതന്യം, ദീനിയായ ബോധം നമ്മുടെ തലമുറക്കുണ്ടാകണമെങ്കിൽ ദീനിന്റെ ഇൽമ് വേണം. ഈ മുനവ്വിറുൽ ഇസ്ലാം മദ്രസയും ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ മസ്ജിദും ഒക്കെ ഇതിനു വേണ്ടിയായിരിക്കണം നാം സജ്ജീകരിക്കേണ്ടത്. അതിലധിഷ്ഠിതമായി ആയിരിക്കണം അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് ഈ സംഭവം, ഇന്നത്തെ ഈ സമ്മേളനം നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മഹാഭാഗ്യമാണ്. നേരത്തെ അൽഹംദുലില്ലാഹ് ഇതിന്റെ ഭാഗമായി ഒരു സുവനീർ ഇവിടെ പ്രസിദ്ധീകരിക്കപ്പെട്ടു. അപ്പൊ അത് തുറന്ന് കാണിച്ചിട്ട് അൽ മുനവ്വിർ സുവനീർ 50-55ഓളം ലേഖനങ്ങൾ ഇതിന്റെ ഉള്ളിലുണ്ട്. പഠിക്കാൻ
പറ്റിയ വിഷയങ്ങളെ സംബന്ധിച്ച് വിവിധ പണ്ഡിതന്മാരും വിവരമുള്ള ആളുകളുമൊക്കെ എഴുതിയ ലേഖനങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യന്നൂരിന്റെ മദ്രസ, പള്ളി, മസ്ജിദ് ചരിത്രങ്ങൾ, പഴയ കാലം മുതൽ അധുനാതന കാലം വരെയുള്ള ചരിത്ര സംഭവങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ലേഖനങ്ങൾ 300ഓളം പേജുകളുള്ള വളരെ ബൃഹത്തായ ഒരു ഗ്രന്ഥമാണ്. വളരെ സുന്ദരമായ നല്ല കെട്ടും മട്ടുമൊക്കെയുള്ള ഒരു ഗ്രന്ഥം. ഈ സദസ്സിലുള്ള എല്ലാ ആളുകളും ഇതൊന്നും വാങ്ങണം. 100 റുപ്യ ഇതിനുണ്ട്. പിന്നെ നിങ്ങളുടെ മക്കളെ കെട്ടിച്ച സ്ഥലത്ത്, നിങ്ങളെ മോൻ പെണ്ണെട്ടിയ വീട്ടിൽ, ഇവിടൊക്കെ എത്തിച്ചു കൊടുക്കും. നമ്മുടെ മഹല്ലത്തിന്റെ ഈ ആഭിജാത്യം, ഈ അന്തസ്സ് നാമുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വിശിഷ്യ നമ്മൾ എത്തിച്ചു കൊടുക്കും. പരമാവധി കഴിയുന്ന ആൾക്കാർക്കൊക്കെ കൈമാറും. ഒരുപാട് പഠനാർഹമായ വിഷയങ്ങളിത്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും പഠിക്കാൻ പര്യാപ്തമായ വ്യത്യസ്ത വൈജാത്യമാർന്ന വിഷയങ്ങൾ കൊണ്ട് ഇത് വിതരണം ചെയ്യണത് അതിന്റെ പ്രവർത്തകന്മാര് ആളുകൾ ചോദിക്കുന്നുണ്ട്. ഉടനടി വിതരണം ചെയ്യാനോട് സംവിധാനം ചെയ്യണം. 5-10 കുട്ടികൾ ഒരു 5 കോപ്പീസ് ഇതിന്റെ അടിയിൽ കൂടി ഇങ്ങനെ നടന്നാൽ മതി, സദസ്സ് അലങ്കോലപ്പെടുത്താതെ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ സൗഭാഗ്യപൂർണമായ, അനുസ്മരണീയമായ, അഭിമാനാർഹമായ ഈ സംഭവത്തിന്റെ ഒരു സ്മാരകമായി, ഒരു ഓർമ്മയായി നമ്മുടെ വീടുകളിലൊക്കെ ഇൻഷാ അല്ലാഹ് ഇത് സൂക്ഷിക്കപ്പെടും. പുസ്തകവും വഅളും തമ്മിൽ ഉള്ള ചെറിയൊരു വ്യത്യാസം. വഅള് പറഞ്ഞ പ്രസംഗം, ക്ലാസ് തുടങ്ങിയതൊക്കെ അതാ പറയുന്ന സ്ഥലത്ത് ചെന്ന് ഇരുന്നെങ്കിലേ കേൾക്കാൻ കഴിയുള്ളൂ. പുസ്തകങ്ങളുടെ കാര്യം അങ്ങനെയല്ല. പുസ്തകം എന്ന് പറഞ്ഞാൽ എഴുതപ്പെടുന്ന അങ്ങനത്തെ കിതാബുകൾ, ഗ്രന്ഥങ്ങൾ നടത്തും. സൗകര്യമുള്ള സമയത്ത് എടുത്ത് വായിക്കാം. 1. 50-ലധികം ലേഖനങ്ങൾ ഉണ്ട് ഇതിൽ എന്ന് പറഞ്ഞു. ഇതിൽ ഇങ്ങനെ മറിച്ചു നോക്കിയതിന്റെ തലക്കത്തിൽ പട്ടി കണ്ട് 2 പേജിൽ ഇതിന്റെ വിഷയവിവരം. അതൊന്നിങ്ങനെ ഓടിച്ചു നോക്കിയാൽ നമുക്ക് ഇഷ്ടമുള്ള വിഷയം എടുത്ത് വായിക്കാം. വഅളിന്റെ സദസ്സിൽ ചെന്ന് ഇരുന്നാൽ ഇഷ്ടമുള്ള വിഷയം കേൾക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഒരു കവി പണ്ട് പാടിയത്, അഅ്സു മകാനിൻ ഫിദ്ദുനാ സർജു സാബിഹി വഖൈറു ജലീസിൻ ഫിസ്സമാനി കിതാബു. അഅ്സു മകാനിൻ ഫിദ്ദുനാ സർജു സാബിഹി വഖൈറു ജലീസിൻ ഫിസ്സമാനി കിതാബു. കാലാകാലവും ഏറ്റവും നല്ല കൂട്ടുകാരൻ കിതാബാകുന്നു, ഗ്രന്ഥമാകുന്നു, പുസ്തകമാകുന്നു. വെറുതെ പണിയൊന്നും ചെയ്യാതെ ബോറടിക്കാനെന്ന് തോന്നുന്ന സമയത്ത് ഇതെടുത്ത് വായിച്ചാൽ മതി. ആ ബോറടി ഒഴിവാക്കാനും പറ്റും, നമ്മുടെ വിജ്ഞാനം വർദ്ധിപ്പിക്കാനും പറ്റും. ഇന്ത്യനൂരിന്റെ പേരിന്റെ പശ്ചാത്തലം എന്താണ് എന്ന് വരെ ഇതിലുണ്ട്. ഇന്ത്യനൂര്, അമുസ്ലിം സഹോദരങ്ങൾ വരെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇന്ത്യനൂരിന്റെ പേരിനെ പറ്റി എഴുതിയിട്ടുള്ളത് അത്തരം ഒരു അമുസ്ലിം സഹോദരനാണ്. എന്താളെ പേര്? ഗോപിയല്ല, ഇന്ത്യനൂർ ഗോപിയല്ല. പിന്നെ ഇവിടെ ജീവിച്ച് മരിച്ചുപോയ പണ്ഡിതന്മാര്, കാരണവന്മാര്, മസ്ജിദിന്റെ ഭാരവാഹികള് തുടങ്ങി ഒരുപാട് തരത്തിലുള്ള ഇത് എന്നോടൊരാൾ പറഞ്ഞപ്പോ ഞങ്ങളാരും ഇത് കണ്ടിട്ടില്ല, നിങ്ങളെ കണ്ടിട്ടുള്ളൂ, അതിനെപ്പറ്റി ഒന്ന് പറയണം. ബാലകൃഷ്ണൻ മാഷ്, അങ്ങനെ ഒരുപാട് അൽഹംദുലില്ലാഹ് വൈജ്ഞാനിക വിഭവങ്ങളുണ്ട്. ഇത് മാത്രമല്ല, നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് വായിക്കാം, ആണുങ്ങൾക്ക് വായിക്കാം, വയസ്സായവർക്ക് വായിക്കാം, ചെറുപ്പക്കാർക്ക് വായിക്കാം, എല്ലാ കവിതകളുണ്ട് ഇതിൽ. അങ്ങനെ ഭിന്ന രുചിക്കാരെ തൃപ്തിപ്പെടുത്തുന്ന വിധത്തിലുള്ള വളരെ ബൃഹത്തായ ഒരു സൃഷ്ടിയായിട്ടുണ്ട്. എനിക്കിത് കണ്ടപ്പോൾ അങ്ങനെ ഒരു അസൂയ തോന്നി. അൽഹംദുലില്ലാഹ് ഇങ്ങനെ ഒരു ഗ്രാമീണമായൊരു പരിപാടിയിൽ ഇത്രമാത്രം പ്രശോഭിതമായ അമൂല്യമായ ഒരു വിഭവം, ഒരു സാഹിത്യ സൃഷ്ടി തയ്യാറാക്കാൻ ഇവിടെയുള്ള പ്രവർത്തകന്മാർക്ക് സാധിച്ചല്ലോ എന്ന്. വലൈക്കും സലാം. നമ്മുടെ MLA വന്നിട്ടുണ്ട്.
അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ പുതിയ തലമുറക്ക് അറിവ് നൽകും. അറിവ് ഇല്ലാതെ പോയാൽ വേറെ ദുന്യവിയായ എന്തെല്ലാം ഗുണങ്ങളുണ്ടോ അതൊക്കെ ഉണ്ടെങ്കിലും ശരി മനുഷ്യന്റെ ജീവിതം സന്തോഷപൂർണമാവുകയില്ല, സമാധാന നിർഭരമാവുകയില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കി. മനുഷ്യനാവശ്യം സമാധാനം. ആദം നബി അലൈഹി ഇസ്ലാമിന് ആദ്യം സ്വർഗത്തിലായിരുന്നല്ലോ ആക്കിയത്. സ്വർഗീയമായ എല്ലാ വിഭവങ്ങളും ആദം നബി അലൈഹി ഇസ്ലാമിനുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഒരു മൂഡ് ഔട്ട്, ഒരു സമാധാനമില്ല, സന്തോഷമില്ല. ഇതൊക്കെ ലോകത്തിന് ഓരോ പാഠം പഠിപ്പിക്കാനാണ് അള്ളാഹു ഇങ്ങനെ ചെയ്യുന്നത്. ആദം നബിന്റെ കൂടെ തന്നെ അവാമ വീണ് സൃഷ്ടിക്കാൻ പഠിച്ചവന് കഴിയാത്തതുകൊണ്ടല്ല. ആദം നബി അലൈഹി ഇസ്ലാമിനെ പ്രവിശാലമായ സ്വർഗത്തിൽ ഒറ്റയ്ക്ക് പഠിച്ചാക്കി. പക്ഷെ എന്തോ ഒരു സമാധാനമില്ല, ശാന്തിയില്ല, സ്വസ്ഥതയില്ല, സന്തുഷ്ടിയില്ല. അപ്പൊ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ വാരിയലിൽ നിന്ന് ഒന്ന് എടുത്തിട്ട് അതിൽ നിന്ന് അല്ലാഹു തആല ഹവ്വ ബീവിയെ സൃഷ്ടിച്ചു. ഇത് നമ്മൾ മാത്രമല്ല വിശ്വസിക്കണമല്ല, ലോകത്തെ മഹാഭൂരിഭാഗം ആളുകളും ഇവിടെയും വിശ്വാസം ഇതാണ്. മഹാഭൂരിഭാഗം ആളുകൾ പറഞ്ഞാൽ ജൂതന്മാരെ വിശ്വാസം ഇതാണ്. ലോകത്തെ ഏറ്റവും അധികം മതാനുയായികളുടെ ക്രിസ്ത്യാനികളാണ്, അവരുടെ വിശ്വാസം ഇതാണ്. ലോകത്തെ 1/4 വിഭാഗം ആളുകൾ മുസ്ലിമീങ്ങളാണ്, അവരുടെ വിശ്വാസം. പറഞ്ഞു വന്നത്, ആദം നബി അലൈഹി ഇസ്ലാമിന് ജീവിതത്തിൽ സന്തുഷ്ടിയും സമാധാനവും ഇല്ലാതെ വന്നപ്പോൾ അത് പരിഹരിക്കാനാണ് ഹവ്വ റളിയല്ലാഹു അൻഹയെ സൃഷ്ടിച്ചത്. മനുഷ്യ ജീവിതത്തിൽ സന്തുഷ്ടി വളരെ പ്രധാനമാണ്, സമാധാനം വളരെ പ്രധാനമാണ്. സെൻട്രൽ ജയിലുകളിലൊക്കെ വളരെ വിശാലമായ ക്യാമ്പസാണ്, കൃത്യത്തിന് ഭക്ഷണം കിട്ടും. അങ്ങനെ വലിയ പരിക്കുള്ള ജോലിയൊന്നും ഉണ്ടാവില്ല. എന്നിട്ടും ഈ 35 അടി 40 അടി ഉയരമുള്ള ഈ മതിലുമ്മ കയറിയിട്ട് ചാടുന്നുണ്ടല്ലോ ആൾക്കാർ. ജീവിക്കാൻ കഴിയില്ല. ജീവിതത്തിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല, സന്തുഷ്ടിയില്ല. ഞാൻ പറഞ്ഞു വന്നത്, ദുനിയാവിലുള്ള എന്തെല്ലാം ഭൗതിക ആധുനിക വിഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും ശരി, സമാധാനമില്ല ജീവിതത്തിനൊരു വില. അതിന് വല്ല തെളിവുണ്ടോ? ഒരുപാട് തെളിവ്. ദുനിയാവിൽ മുഴുവൻ അതിനെ തെളിവുള്ളൂ. അമേരിക്ക എടുത്തോളൂ, ഒരു ഭൂഖണ്ഡമല്ല, വടക്കേ അമേരിക്ക ഉണ്ട്, തെക്കേ അമേരിക്ക ഉണ്ട്. യൂറോപ്പ് എടുത്ത് നോക്കുക, ഒരുപാട് രാജ്യങ്ങളുണ്ട് യൂറോപ്പില്. അവിടെയൊക്കെ ഈ ഒരു കാര്യം വെച്ച് ബാക്കിയുള്ളതൊക്കെ അവിടെ ഉണ്ട്. എല്ലാ പഞ്ചായത്തിലും യൂണിവേഴ്സിറ്റി, എല്ലാ വാർഡിലും റിസർച്ച് സെന്ററുകള്, എല്ലാവർക്കും സുഭിക്ഷമായ ഭൗതികത, പൈസന്റെ കുറവില്ല, എല്ലാം തികഞ്ഞത്. അവര് വിമാനത്തിൽ യാത്ര ചെയ്യലങ്ങനെ. നമ്മളിവിടുന്ന് കോട്ടയക്ക് ബസ്സിന് പോകണോ? എയർപോർട്ടിൽ ചെന്നാൽ, യൂറോപ്പിലുള്ള ഏത് എയർപോർട്ടിൽ ചെന്നാൽ അവിടെ ഒരു യന്ത്രം അയമർത്തിയാൽ ടിക്കറ്റ് കിട്ടും. അയമർത്തിയാൽ ടിക്കറ്റ് കിട്ടും. ആ ഏറ്റവും അടുത്ത ഫ്ലൈറ്റ് 5 മിനിറ്റ് കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ ആരും 3 മണിക്കൂർ എത്തിക്കാപ്പിരിക്കൊന്നും വേണ്ട. ഈ യന്ത്രത്തിൽ നോക്കിയിട്ട് ഏറ്റവും അടുത്തുള്ള ഫ്ലൈറ്റ് ഏതാ നോക്കിയിട്ട് നോക്കിയാൽ ആ ടിക്കറ്റ് കീസിൽ ഒരുവിധ പ്രയാസമില്ല. നിങ്ങൾ സ്വന്തം കാറിന് യാത്ര ചെയ്യാണ്, കാസർഗോട്ട് പോവാണ്, ഇതുവരെ കാസർഗോട്ടേക്ക് പോയിട്ടില്ല, എങ്ങനെ പോവാ ഒട്ടും ശങ്കിക്കേണ്ടതില്ല. അതിലൊരു യന്ത്രമുണ്ട്, നാവിഗേഷൻ. കാസർഗോട്ട് അവിടെ ബദിയെടുക്കയിൽ ഏത് വീട്ടിൽ ഞങ്ങൾ പോകേണ്ടത് വെച്ചാൽ അതിന്റെ അഡ്രസ് ഇതിൽ കയറ്റി കൊടുത്താൽ മതി. അപ്പോ ഇവിടുന്ന് നമ്മൾ വണ്ടി പുറപ്പെട്ടാൽ കോട്ടക്കൽ എത്തുമ്പോൾ പറയും, പഴയ ബസ് സ്റ്റാൻഡിന്റെ കുറച്ചുകൂടി മുന്നെന്ന് പറയും, ആഫ്റ്റർ 600 yards 600 വാര കഴിഞ്ഞാൽ ഇടത്തോട്ട് തിരിയണം. പിന്നെ എട്രിക്കോട്ട് എത്താൻ നേരത്ത് പറയും, ആഫ്റ്റർ 800 yards 800 യാർഡ് മുന്നോട്ട് പോയാൽ വലത്തോട്ട് പോകണം എന്ന് പറഞ്ഞാൽ പാലശ്ശേരിമാട് റോഡിന് പോകണം. അങ്ങനെ കാസർഗോഡ് ബദിയടിക്കയിലെത്തിയാൽ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്ന് യന്ത്രം പറഞ്ഞു. എവിടെയും പോയി ഒരുവിധ ജീവിതാ സൗകര്യങ്ങളില്ല.
ജീവിത അസൗകര്യങ്ങൾ ഒന്നുമില്ല. ഇനി ജീവിതത്തിൽ ഇണകളെ തേടണമെങ്കിൽ ഒരു പ്രയാസമില്ല. അങ്ങാടി കൂടി പാർക്കിലൂടെ ഒക്കെ ഇങ്ങനെ നടന്നാൽ ഇതിന്റെ കൂടെ വരണം വെച്ചാൽ ഓൾ പോരും, അല്ലെങ്കിൽ ഓൻ പോരും, പ്രയാസമില്ല. പക്ഷെ സമാധാനം. സ്കൂൾ കുട്ടികളെ വെടിവെക്കാൻ, നിരത്തി വെടിവെക്കാൻ പത്രങ്ങളിൽ വായിക്കാറില്ല, ഇടയ്ക്കിടയ്ക്ക് വെക്കാൻ. ചെറിയ സംഭവങ്ങളൊന്നും നമ്മുടെ പത്രത്തിൽ വരൂല. 40, 50, 100 കുട്ടികളെ നിരത്തി വെടിവെക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പത്രത്തിൽ ചെറിയ കോളത്തിൽ വരും. അമേരിക്കയിലെ ഫിലാഡൽഫിയയിലെ സോ സ്കൂളിലെ 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി അവന്റെ സഹപാഠികളെ അല്ലെങ്കിൽ അവന്റെ സ്കൂളിൽ പഠിക്കുന്ന 70 കുട്ടികളെ വെടിവെച്ച് കൊന്നിരിക്കുന്നു. എന്തിനത് ചെയ്തത്? ഒരു രസമായിട്ട് ചെയ്തതാ. സമാധാനമില്ല. ഇങ്ങനെയായാൽ ഈ രക്ഷിതാക്കൾക്ക് സ്കൂളിലേക്ക് മക്കളെ അയക്കാൻ എത്ര കണ്ട് സമാധാനവും സന്തുഷ്ടിയും ഉണ്ടാവും. ഞാനൊരു പെണ്ണെട്ടി നിങ്ങൾ സങ്കല്പിച്ചോളൂ. ഈ പെണ്ണുങ്ങൾ എത്ര കാലം എന്റെ കൂടെ നിൽക്കാൻ ഓരോ ഉറപ്പും ആർക്കുമില്ല. ഓരോ ഉറപ്പും ആർക്കുമില്ല. എപ്പോഴും അവൾക്ക് ഇറങ്ങി പോകാവുന്നതാണ്. ചിലപ്പോൾ ഒരു കുട്ടി ഉണ്ടാകാൻ വേണ്ടി അതുവരെ അവൾ എന്റെ കൂടെ നിന്നു വരും. കുട്ടി ഉണ്ടായാൽ അവൾ ഇറങ്ങും. എന്നിട്ട് സർക്കാരിനോട് പറഞ്ഞാൽ മതി, ഞാനും എൻ്റെ ഒരു കുട്ടിയുണ്ട്, ഞങ്ങൾക്ക് ജീവിക്കാൻ വകുപ്പൊന്നും ഉണ്ടാക്കി തരണം. സർക്കാർ കൊടുക്കും. സ്ഥിരമായി ആഴ്ചക്ക് തോറും അല്ലെങ്കിൽ മാസം തോറും ആ സ്റ്റൈപ്പൻഡ്, ആ വീതം കിട്ടിക്കുന്നു. കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഭൗതികമായ പുരോഗതി കുമിഞ്ഞുകൂടിയാൽ തന്നെയും ജീവിതത്തിന് ശാന്തിയും സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവുകയില്ല. പക്ഷേ നാം ഇസ്ലാമിന്റെ അനുഗ്രഹം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞത് അതാ. അല്ലാഹുവിന്റെ വലിയ നിഅമത, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. എന്റെ നിഅമത ഇസ്ലാം. അത്മംതു അലൈക്കും നിഅമതി, അത്മംതു അലൈക്കും നിഅമതി. എന്റെ നിഅമത്ത് നിങ്ങൾക്ക് ഞാൻ സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. ഈ ഇസ്ലാമുമായി നിങ്ങൾ എവിടെ ജീവിക്കുകയാണെങ്കിലും, എവിടെ യാത്ര ചെയ്യുകയാണെങ്കിലും, എന്ത് ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ ജീവിതം അനുഗ്രഹപൂർണമായിരിക്കും. അത്മംതു അലൈക്കും നിഅമതി. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ച് നമുക്ക് വിവരമില്ല. ഇസ്ലാമിന്റെ മഹത്വം കാണാൻ നമ്മുടെ കണ്ണിന് വേണ്ടത്ര കാഴ്ചയില്ല. അപ്പൊ നമ്മൾ എന്തൊക്കെയോ ചെയ്യാ, പറയാ, ആരുടെയൊക്കെയോ പിന്നാലെ പോവുക. പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ എല്ലാം അടുത്ത് ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങിയിരിക്കുക. വൈ വി എംബ്രേസ് ഇസ്ലാം, എന്തുകൊണ്ട് ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു എന്ന് ഇസ്ലാമിലേക്ക് പുതുതായി വന്ന ആളുകൾ തയ്യാറാക്കിയ 5 വാല്യങ്ങളുള്ള ഒരു ഗ്രന്ഥ പരമ്പരയുണ്ട് ലോകത്ത്. ഇംഗ്ലീഷിലേക്കും ജർമ്മനിലേക്കും ലാറ്റിനിലേക്കും വിവിധ ലോകഭാഷകളിലേക്ക് അത് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു? അതിന്റെ ചുരുക്കം, ഈ ഭൗതിക ജീവിതം കൊണ്ട് ജീവിതത്തിന് സമാധാനം പ്രാപിക്കാൻ സാധ്യമല്ല. സമാധാനത്തിന്റെ ശാദ്വല തീരം ഇസ്ലാം മാത്രമാണ് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞങ്ങൾ ഇസ്ലാമിലേക്ക് വന്നത്. അതാണ് ഇസ്ലാം. മനുഷ്യന്റെ ജീവിതത്തിന് ഈ ലോകത്തും പരലോകത്തും ശാന്തിയും സമാധാനവും വിജയവും ഉണ്ടാകണം. അതുകൊണ്ട് പ്രപഞ്ചം സൃഷ്ടിച്ച അല്ലാഹു മനുഷ്യനു വേണ്ടി അങ്ങനെ സംവിധാനിച്ചതാണ് ഇസ്ലാം. അതുകൊണ്ട് നമ്മുടെ മസ്ജിദ് ഉദ്ഘാടനത്തിന്റെ പശ്ചാത്തലത്തിലും നമ്മുടെ മദ്രസയുടെ 50ാം വാർഷികത്തിന്റെ പശ്ചാത്തലത്തിലുമൊക്കെ ഈ ഇസ്ലാമിക സംസ്കാരവും ഈ ഇൽമീ സംസ്കാരവും നൽകി നമ്മുടെ മക്കളെ വളർത്താൻ എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കണമെന്ന് മാത്രം പറഞ്ഞ് എന്റെ പിന്നിൽ ധാരാളം പ്രസംഗന്മാരുള്ളതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളൊക്കെ ഈ വിനീതിനു വേണ്ടി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു നമ്മുടെ ജീവിതം, നമ്മുടെ മാതാപിതാക്കൾ, ബന്ധപ്പെട്ട ആളുകളുടെ ഒക്കെ ജീവിതം അല്ലാഹു ഇഹപര വിജയത്തിൽ അധിഷ്ഠിതമാക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.